ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കിയാണ്. ബയോളജിയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. PYQ നോക്കുന്നു. അത് PSC ഏത് SCRT പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നുമാണ് എടുത്തത് എന്നും അതിനോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ SCRTയിൽ നിന്ന് പഠിക്കുകയും കൂടിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് 019/2024 നോക്കുന്നത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രെക്കിയയാണ്. PSC ഇത് എവിടെ നിന്നാണ് ചോദിച്ചതെന്നും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമുക്ക് നോക്കാം. ശ്വസന വ്യവസ്ഥയാണ് പറയുന്നത്. ആദ്യം നാസാദ്വാരം. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ്. അടുത്തത് നാസാഗഹ്വരമാണ്. നാസാദ്വാരം കഴിഞ്ഞാൽ നാസാഗഹ്വരമാണ്, നേസൽ ക്യാവിറ്റി. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഇനി ശ്വാസനാളം നമ്മുടെ ക്വസ്റ്റ്യനാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം അല്ലെങ്കിൽ ട്രെക്കിയ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. ശ്വാസനാളത്തിൻ്റെ ശാഖയാണ് ശ്വസനി എന്ന് പറയുന്നത്. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏത് എന്ന് നോക്കാം. അത് പ്ലൂറയാണ്. PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഈ സ്ഥലപാളികൾക്കിടയിൽ പ്ലൂറ ദ്രവം കാണപ്പെടുന്നുണ്ട്. പ്ലൂറ ദ്രവത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. പ്ലൂറ ദ്രവം ശ്വാസകോശവും ഔരസാശ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് പ്ലൂറ ദ്രവം അവിടെ ഉള്ളത്. ഇനി നമുക്ക് ശ്വസനി നോക്കാം. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ്. ട്രെക്കിയുടെ ശാഖകളാണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ്. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ട്രെക്കിയയിലുള്ള പോലെ തന്നെ തരുണാസ്ഥി വലയങ്ങൾ ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസിലുമുണ്ട്. ഇനി ശ്വസനിക എന്നാൽ ബ്രോങ്കസിൻ്റെ എന്താണ്? അഗ്രശാഖകളാണ്. ബ്രോങ്ക്യൂൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനികയിൽ തരുണാസ്ഥി വലയങ്ങൾ ഇല്ല. ഇനി വായു അറ എന്നത് ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായിട്ടുള്ള സ്തര അറകളാണ്. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. വാതക വിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ് അല്ലെങ്കിൽ ആൽവിയോളസിൽ വെച്ചാണ്. ഈ ഡയഫ്രം എന്താണ് എന്ന് നോക്കാം. ചോദിച്ചിട്ടുള്ളതാണ് ഡയഫ്രം ഏത് പാർട്ടിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഇയർ, ഐസ് ഒക്കെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അത് ലങ്സ്. അപ്പം ലങ്സിൻ്റെ ഭാഗമാണ് ഡയഫ്രം. എന്താണ് എന്ന് നോക്കാം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഡയഫ്രം എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഡയഫ്രം. ഇനി അടുത്തത് 20/2024 ക്വസ്റ്റ്യൻ കോഡാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പാൻക്രിയാസ് ആണ് ഇവിടെ ഉത്തരം. ഇനി നമുക്ക് പാൻക്രിയാസിനെ പറ്റി പഠിക്കാം. ദഹനഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പം ഊർജോൽപാദനത്തിനായിട്ട് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി മുഖ്യ പങ്ക് വഹിക്കുന്നു. ശരീരത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ എന്താണ്? ഗ്ലൂക്കോസ് തന്മാത്രകൾ ആവശ്യമാണ്. ഇത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പാൻക്രിയാസ് ആണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ട് പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് അതിൻ്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരുന്നത്. എന്ന കോശ സമൂഹത്തിലെ അവിടെ എന്താണ്? 2 തരത്തിലുള്ള കോശങ്ങൾ നമ്മൾ കണ്ടു ചിത്രത്തിൽ. ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും. അതിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത്
ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അപ്പോൾ ഇൻസുലിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അതുപോലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി ഗ്ലൂക്കോഗോൺ ആണെങ്കിലോ, കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കോഗോൺ ആണ്. കരളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ആവശ്യം വരുമ്പോൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കോഗോൺ ആണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യും. അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നതും ആരാണ്? ഗ്ലൂക്കോഗോൺ ആണ്. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിക്കാം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2ൻ്റെ കാര്യമാണ് പറയുന്നത് പ്രമേഹത്തിന് കാരണമെന്ന്. ഇനി പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ഇനി ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. നമ്മളോട് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. അപ്പം ഇതിലേത് പ്രസ്താവനയാണ് അനുയോജ്യമല്ലാത്തത് നമുക്ക് നോക്കാം. ഇൻസുലിൻ്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതാണ് നമ്മൾ നോക്കുന്നത്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പം എന്തു പറ്റും? ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്താണ്? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടത്തില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം എന്താണ്? 126 mg/100 ml മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലാണ് പ്രമേഹം. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് പ്രമേഹം എന്ത് എന്ന് നോക്കാം. 2 തരത്തിലുള്ള പ്രമേഹമുണ്ട്. ടൈപ്പ് 2 പ്രമേഹവും ടൈപ്പ് 1 പ്രമേഹവും. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്താണ്? ശ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ഇതിൻ്റെ ചികിത്സ. ഇനി ടൈപ്പ് 2 പ്രമേഹം എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതായിരുന്നു. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെയുണ്ട്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയാമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? 4ാമത്തെ ആയിരിക്കും. യോജിക്കാത്തതല്ലേ? 3ഉം തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് ആ കോളത്തിലെ ബാക്കി കൂടി നോക്കാം. ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. നവംബർ 14 ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ സർക്കിളാണ്, നീലവൃത്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 029/21 മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. അതുപോലെ 30,
ബാർ 21 മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് എന്ന്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. പല്ലുകളെ പറ്റിയാണ് നമുക്ക് നോക്കാം. SCERT-യിൽ പാൽപ്പല്ലുകളെ പറ്റിയാണ്. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് 6 മാസം പ്രായമാകുമ്പോഴാണ്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പാൽപ്പല്ലുകളാണ്. ഇത് മുകളിലും താഴെയുമായിട്ട് 10 വീതം ആകെ 20 പാൽപ്പല്ലുകൾ ഉണ്ടാകും. അടുത്തതായിട്ട് സ്ഥിരദന്തങ്ങളെ പറ്റിയാണ്. അത് വിശദമായിട്ട് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത തരം പല്ലുകൾ, അതിൻ്റെ ചിത്രം ഉൾപ്പെടെ അതിൻ്റെ ഉപയോഗം എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര വീതമുണ്ട് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഉളിപ്പല്ല് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. അതുപോലെ കോമ്പല്ല്, അഗ്രചർവണകം, അതുപോലെ ചർവണകം, ഇത്രയും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഉളിപ്പല്ല് എന്നത് മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ്. മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം, മൊത്തം 8 എണ്ണം. ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഇനി കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 2 പല്ലുകൾ വീതമാണ്. മൊത്തം 4 എണ്ണം. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി ചർവണകം അല്ലെങ്കിൽ പ്രീമോളാർ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ്. അപ്പം 4 പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ മൊത്തം 8 എണ്ണം. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ചർവണകം അല്ലെങ്കിൽ മോളാർ. മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതമാണ് കാണപ്പെടുക. മൊത്തം അപ്പോൾ 12 പല്ലുകളാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ മൊത്തം എത്ര പല്ലുകളായി? 8 + 4 + 8 + 12 എത്രയാണ്? 32 സ്ഥിരദന്തങ്ങളാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഉള്ളത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഹൃദയ അറകൾ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പുതിയ SCERT പുസ്തകത്തിലെയാണ്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. ഇനി പാറ്റയ്ക്കാണെങ്കിൽ 13 അറകളാണ്. ഇനി ഫിഷിന് എന്താണ്? മത്സ്യത്തിനാണെങ്കിൽ 2 അറകളാണുള്ളത്. ഇനി തവളയ്ക്ക് 3 അറകൾ. കോഴിയെ പക്ഷിയുടെ കൂട്ടത്തിൽ കൂട്ടാമല്ലോ, അപ്പോൾ 4 അറകളാണ് പക്ഷിക്ക്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണ്. പാറ്റയ്ക്ക് 13 ഹൃദയാറകളാണുള്ളത്, പല്ലിക്ക് 3, പക്ഷിക്ക് 4, മത്സ്യത്തിന് 2 എന്ന നിലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണ്. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിന താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? 2ൻ്റെ ഉത്തരം 1 മെലാറ്റോണിൻ ആണ്. നമുക്ക് മെലാറ്റോണിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ പീനിയൽ ഗ്രന്ഥിയെ പറ്റിയാണ് പറയുന്നത്. താളാത്മകമായ ശരീരപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്, പീനിയൽ ഗ്ലാൻഡാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഹോർമോൺ ചോദിച്ചാൽ എന്താണ്? മെലാറ്റോണിൻ ആണ്. ഗ്രന്ഥി ചോദിച്ചാൽ പീനിയൽ ഗ്ലാൻഡാണ്. രാത്രി കാലങ്ങളിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പം വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഹൈപ്പോതലാമസ് കാണിച്ചിട്ടുണ്ട്, പോർട്ടൽ സിര കാണിച്ചിട്ടുണ്ട്, പിറ്റ്യൂട്ടറിയുടെ മുൻദളവും പിറ്റ്യൂട്ടറിയുടെ പിൻദളവും കാണിച്ചിട്ടുണ്ട്. വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. അത് സൊമാറ്റോട്രോപ്പിനാണ്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചയെ ബാധിക്കും. അപ്പോൾ വളർച്ചയെ എന്താണ് ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ശരീര വളർച്ച ഉണ്ടാകും. ഇതിനെ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്നാണ് വിളിക്കുക. വളർച്ചാഘട്ടത്തിന് ശേഷം
സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകും. ഇത് അക്രോമെഗലി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അക്രോമെഗലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവസ്ഥ എന്താണ്? വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉൽപ്പാദനം മൂലമുണ്ടാകുന്നതാണ്. ഇനി ഹൈപ്പോതൈറോയിഡിസം എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയെ ക്രെറ്റനിസം എന്നാണ് വിളിക്കുക. അപ്പോൾ ശൈശവാവസ്ഥയിൽ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം. അത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഉള്ള കുഞ്ഞിന് സംഭവിക്കുന്നതാണ്. ഇനി മുതിർന്നവരിൽ എന്താണ്? തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. മിക്സഡിമയാണ്. കുട്ടികളിൽ ക്രെറ്റനിസം ആണെങ്കിൽ മുതിർന്നവരിൽ മിക്സഡിമയാണ്. തൈറോക്സിൻ്റെ കുറവ് മൂലം കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപ്പാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഇത്. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. അപ്പം ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവുമാണ് പറഞ്ഞത്. ഇനി ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. അയഡിൻ ഇല്ലെങ്കിൽ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരും. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. ഇനി നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരണം നോക്കാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ചോദിച്ചിട്ടുള്ളതാണ്. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് എന്ത്? കാൽസിറ്റോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. കാൽസിറ്റോണിൻ്റെയും പാരാതെർമോണിൻ്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ്. ഒന്നെന്താണ്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാരാതെർമോൺ എന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, അതുപോലെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? 3 ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്, അതിൻ്റെ ധർമ്മങ്ങൾ. സെറിബ്രം, ആദ്യം നോക്കുന്നത് സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ പുറംഭാഗം എന്താണ്? നിറമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇനി സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണുന്നു. ചിളുവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. ഇനി തലാമസ് നോക്കാം. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുകയാണ് തലാമസിൻ്റെ ജോലി. ഇനി മെഡുല്ല ഒബ്ലങ്കേറ്റ നോക്കാം. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന ദണ്ഡ ആകൃതിയിൽ കാണുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. ഇനി ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്താണ് എന്നുള്ളതാണ്. EEG, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. ഇതായിരുന്നു നമ്മുടെ ചോദ്യവും. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ EEG ആണ് ഉപയോഗിക്കുന്നത്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. ഇനി അൾട്രാസൗണ്ട് സ്കാനർ എന്തിനാണ്? അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ്. ഇനി എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ CT സ്കാനർ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനറാണ് ഉപയോഗിക്കുന്നത്. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ MRI സ്കാനർ ഉപയോഗിക്കാറുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ് ഫുൾ ഫോം. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. അടുത്ത ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. RBCയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഈ കോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ABയിൽ എന്താണ്? ആൻറ്റിജൻ Aയും Bയും ഉണ്ട് അല്ലേ? ആൻറ്റിജനുകളുണ്ട്, എന്നാൽ ആൻറ്റിബോഡികൾ രണ്ടും ഇല്ല. അപ്പോൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്കായി. ഉത്തരം എന്താണ്? ആൻറ്റിബോഡി Aയും Bയും ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും ഇവിടെ ഒരു സംശയം വരും, പ്ലാസ്മയിലാണോ അതോ RBCയിലാണോ എന്നുള്ളത്. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള രക്തഗ്രൂപ്പുകൾ കൂടി നോക്കാം. രക്തഗ്രൂപ്പ് Aയിലാണെങ്കിൽ ആൻറ്റിജൻ A, ആൻറ്റിബോഡി Bയുമാണ് ഉണ്ടാവുക. രക്തഗ്രൂപ്പ് Bയിലാണെങ്കിൽ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമാണ്. ABയിലാണെങ്കിലോ Aയും Bയും ആൻറ്റിജനുകളുണ്ട്, ആൻറ്റിബോഡികളില്ല. ഇനി Oയിലാണെങ്കിൽ ആൻറ്റിജനുകളില്ല, ആൻറ്റിബോഡികൾ Aയും Bയും ഉണ്ട്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള AB എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. അപ്പോൾ നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. എന്താണ് ഉത്തരം? ഓപ്ഷൻ D, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള AB എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം എന്ന് പറഞ്ഞു. ഇതിൽ ഏത് ആൻറ്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. A ഗ്രൂപ്പിന് എന്താണ്? A ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് A എന്ന പേര് ലഭിച്ചു. ഇനി പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. A ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി Bയും B ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി Aയുമാണ് ഉള്ളത്. A, B ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണരക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ D അഥവാ RH ഘടകം, RH ഫാക്ടർ ഉണ്ടാകാം. അപ്പോൾ അതിനെ ആൻറ്റിജൻ D എന്നും വിളിക്കും. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല.
AB രക്തഗ്രൂപ്പിൻ്റെ കാര്യം എടുത്താൽ എന്താണ്, അവിടെ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ട്, കൂടാതെ ആൻറ്റിബോഡി ഒന്നും ഇല്ലതാണ് അല്ലേ. RBCയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.